ഹായ്, എല്ലാവർക്കും രേഖാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ആട്ടുവാള മാങ്ങിയിട്ടൊരു കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വാളമീൻ കറി വെക്കാനായിട്ട് ഒരു കിലോ ഉണ്ടാവുള്ളല്ലോ കഴുകി വാള വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പം ഇത് വാള മീൻ കറി വെക്കുന്നത് മാങ്ങ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അതെ 2 മാങ്ങ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കറിയിൽ പുളി ഇല്ലയെന്ന് വെച്ചാൽ മാങ്ങ ഞങ്ങളുടെ കയ്യിൽ ഇല്ല. അപ്പോൾ പകരത്തിന് ഞാൻ ഒരു കുടപ്പുളി ചേർക്കും. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, 5-8 പച്ചമുളക് നടുകറി വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. 2 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. മീനല്ലാതെ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. മീനെല്ലാതും ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചതും മാങ്ങയും എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പൊ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് പൊടികളാണ്. അപ്പൊ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇപ്പൊ കളറിനൊക്കെ വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂണോളം നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ നമ്മള് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നും പറയണ പോലെ കല്ലുപ്പാണ്. അപ്പോൾ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് കുട്ടി തിരുപ്പി വെക്കാം കേട്ടോ. അപ്പൊ മീനിലൊക്കെ മുളകൊക്കെ ഞാൻ നല്ല പോലെ കൂട്ടി തിരുമ്പി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പൊ അതിനായിട്ട് നമുക്കത് മൂടി വെക്കാം കേട്ടോ. എപ്പോഴും കറി വെക്കുമ്പോൾ നമ്മൾ കൂട്ടി തിരുമ്പിയതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം നമ്മൾ കറി വെക്കാൻ പാടുള്ളൂ. അപ്പൊ റെസ്റ്റ് ചെയ്യാനായിട്ട് 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇനി നാളികേരപ്പാലാണ്. അപ്പോൾ ഞാൻ ഇവിടെ അധികം നാളികേരത്തിന്റെ ക്ഷാമം കാരണം ഈസ്റ്റേന്റെ കോക്കനട്ട് പൗഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരുവിധ സാധനങ്ങൾ ഇവിടെ അധികം ഈസ്റ്റേന്റെ ആണ് മേടിക്കുന്നത്. അപ്പോൾ അത് ഞാനൊരു 3 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മീനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനത് ഫുൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ടീസ്പൂൺ കൊണ്ട് പതുക്കേനൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം കൈ കൊണ്ട് ചെയ്യണവർക്ക് കൈ കൊണ്ട് ചെയ്ത് കൊടുക്കാം. അതല്ലാത്തവർക്ക് ഒരു ഇതുപോലെ ചെറിയ ടീസ്പൂണോ അല്ലെങ്കിൽ കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം വേണം. വെള്ളം പോരായാണ്. അപ്പം വീണ്ടും ആ നാളികേരപ്പാലത്തിൻ്റെ ബാക്കിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആ ഗ്ലാസ് വെള്ളത്തോടും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് മീൻകറിക്ക് ആവശ്യമുള്ള വെള്ളമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് തീ കൂട്ടിയിട്ടിട്ട് തിളയ്ക്കണ വരെ വേവിക്കാം കേട്ടോ. മീൻകറിയൊക്കെ നമുക്കിതേ തിളച്ചോ നോക്കാം കേട്ടോ. നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് നമുക്കതിൽ ഉപ്പൊക്കെ ഉണ്ടോ നോക്കാട്ടോ. ഉപ്പ് ഇത്തിരി കുറവാണ്. അപ്പം ഞാൻ കുറച്ചും കൂടി ഒന്ന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിരതായി അറിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇത്രയും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിട്ടിട്ട് നല്ല പോലെ വേവിച്ചെടുക്കാം. നമ്മുടെ മീൻകറിക്ക് എന്തായി നോക്കുന്നു നോക്കാട്ടോ. മീൻകറി എല്ലാതും തിളച്ച് നല്ല കുറുക്കി നല്ല പരുവായിട്ടുണ്ട്. അപ്പോൾ ഈ പരുവാകുമ്പോൾ നമുക്കൊന്ന് തീ ഓഫാക്കി കൊടുക്കാട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് വയ്ക്കണം.
നമുക്കൊരു മണത്തിന് ഇതേ 2 മണി ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി എല്ലാതും ഇതേ ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പം നമുക്ക് 2 തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി സ്റ്റവ് ഓഫ് ആക്കാം. ഈ ചൂടിൽ കിടന്നിട്ട് ഒന്നും കൂടി മുറുകി വന്നോളൂ. നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് എല്ലാതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ മീൻകറിക്ക് വെച്ചിട്ട് അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ.